Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടി പാസ് അസംബ്ലറിനെ കുറിച്ചാണ്. അപ്പം ഈ മൾട്ടി പാസ് അസംബ്ലർ നമ്മൾ ഓൾറെഡി പ്രീവിയസ് പഠിക്കുന്നുണ്ട്. സിംഗിൾ പാസ് എന്താണ്, അല്ലെങ്കിൽ വൺ പാസ് എന്താണ്, ടു പാസ് എന്താണെന്നൊക്കെ പഠിച്ചു. വൺ പാസിൻ്റെ അകത്തെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സോഴ്സ് കോഡിനെ ഒരു പ്രാവശ്യം മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ, ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. പാസ് ടു ആണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 2 പ്രാവശ്യം ആ സോഴ്സ് കോഡിനെ അനലൈസ് ചെയ്യണം. അപ്പം മൾട്ടിപ്പിൾ പാസ് ആണെങ്കിൽ നമ്മൾ ആ സോഴ്സ് കോഡിനെ കൂടുതൽ 2 ഓർ മോർ ടൈംസ് നമുക്ക് എന്ത് ചെയ്യണം, ആ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ അനലൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മൾട്ടി പാസ് അസംബ്ലർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫോർവേഡ് റെഫറൻസ് ഉള്ള കേസുകളിലാണ് നമുക്ക് കൂടുതലും ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഫോർവേഡ് റെഫറൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു റെഫർ ദ സിംബൽസ്. ഓക്കെ, ഡിഫിക്കൽട്ട് ആണ്, അത് എവിടെയാണ് കിടക്കുന്നത്, ഓക്കെ, എത്ര പാസ് വേണ്ടി വരും, ഇങ്ങനത്തെ ഒരു കേസിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഫോർവേഡ് റെഫറൻസ് ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ മൾട്ടിപ്പിൾ പാസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അസംബ്ലർ ഇതിനെ സോൾവ് ചെയ്തേക്കുന്നത്, എങ്ങനെ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഇത് ഈ ഒരു എക്സാമ്പിൾ മൾട്ടി പാസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ആൽഫ ഇ ക്യു യു ബീറ്റ, ബീറ്റ ഇ ക്യു യു ഡെൽറ്റ, ഡെൽറ്റ റിസർവ് വേർഡ് 1. ഇതിൻ്റെ അകത്ത് പാസ് 1ൻ്റെ അകത്ത് നമുക്ക് കൊടുത്തേക്കുന്ന ആൽഫ ഇ ക്യു യു ബീറ്റ എന്നാണ്. അപ്പം ആൽഫയുടെ വാല്യൂ എന്താണ്, ബീറ്റയാണ്, അത് അറിയുമോ, അറിയില്ല. അപ്പം ആൽഫയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അടുത്തത് ബീറ്റ ഇ ക്യു യു ഡെൽറ്റ ആണ്. അപ്പം ബീറ്റയുടെ വാല്യൂ എന്തിനോട് ഈക്വലൻ്റ് ആണ്, ഡെൽറ്റയോടെ. ഡെൽറ്റയുടെ വാല്യൂ അറിയുമോ, ഇല്ല, അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഈ ഡെൽറ്റ റിസർവ് വേർഡ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡെൽറ്റയുടെ വാല്യൂ എന്താണ്, 1 ആണ്. റിസർവ് വേർഡ് 1 ആണ് വരുന്നത് ഡെൽറ്റയുടെ. ഓക്കെ, അപ്പം അവിടെ വെച്ച് ഡെൽറ്റയുടെ അഡ്രസ്, ഡെൽറ്റയുടെ വാല്യൂ കിട്ടി. ഇനി പാസ് 2ൻ്റെ അകത്ത് എന്താ വരിക, ആൽഫയുടെ വാല്യൂ അറിയുമോ, അറിയില്ല. ആൽഫയുടെ വാല്യൂ എന്താണ്, ബീറ്റയാണ്. ബീറ്റയുടെ വാല്യൂ അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്ക് അറിയില്ല, അതുകൊണ്ട് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഇനി ബീറ്റ ഇ ക്യു യു ഡെൽറ്റ, ബീറ്റയുടെ വാല്യൂ എന്താണ്, ഡെൽറ്റയാണ്. ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് 1 ആണെന്നറിയാം. അപ്പം അതുകൊണ്ട് ബീറ്റയുടെ വാല്യൂ എന്താവും, പാസ് 2 ആവുമ്പോൾ 1 ആവും. ഡെൽറ്റയുടെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. ഇനി പാസ് 3 ആവുമ്പോഴത്തേന് കൊടുത്തിരിക്കുന്നത് എന്താണ്, ആൽഫ ഇ ക്യു യു ബീറ്റ. ഇവിടെ നിന്ന് പാസ് 2ൻ്റെ അകത്തുനിന്ന് നമുക്ക് ബീറ്റയുടെ വാല്യൂ 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താവും, 1 ആവും. ബീറ്റ 1 ആവും, ഡെൽറ്റ 1 ആവും. അപ്പോൾ ഈ ഒരു കേസിൽ മോർ ദാൻ 1 പാസസ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഫോർവേഡ് റെഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ, ആൽഫ ഇ ക്യു യു ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് പിന്നീടാണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്, ഫോർവേഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഒന്നിക്കൂടെ ഒരു പാസിൻ്റെ അകത്ത് ഇത് തീരില്ല. 2 പാസ് കൊണ്ടും ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇവിടെ 2 കൂടുതൽ പാസ് വേണ്ടി വരുന്നുണ്ട്. അതാണ് മൾട്ടിപ്പിൾ പാസ്, മൾട്ടി പാസ് എന്ന് പറയുന്നത്. പാസ് 1ൽ എന്താ, ഡെൽറ്റ ഡിഫൈൻ ചെയ്യുന്നു. പാസ് 2ലാണ് ബീറ്റ ഡിഫൈൻ ചെയ്യുന്നത്. പാസ് 3ലാണ് ആൽഫ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ പാസ് അസംബ്ലറിനെ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. മൾട്ടിപ്പിൾ പാസ് അസംബ്ലർ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു സിമ്പിൾ ടേബിൾ യൂസ് ചെയ്യാം. ആ സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് എന്താണ്, സിമ്പിൾ ഏതൊക്കെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിമ്പിൾ അതിനെ കൊണ്ട് സ്റ്റോർ ചെയ്യും. ഫോർവേഡ് റെഫറൻസ് ഉണ്ടെങ്കിലും ആ സിമ്പിളിനെ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഏതൊക്കെ സിമ്പിളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഓക്കെ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സിമ്പിൾസ് ഉണ്ടോ, ഇക്വേഷൻസ്, അതിനെ എല്ലാം കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യും. സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യും. ഈ ഫോർവേഡ് റെഫറൻസ് ഉള്ള സിമ്പിൾ വരുവാണെങ്കിൽ സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഫോർവേഡ് റെഫറൻസ് വരികയാണ്, ഒരു സിമ്പിളിനെ എന്തൊക്കെ ഡീറ്റെയിൽസ് സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്യണം. അതിൻ്റെ സിമ്പിളിൻ്റെ നെയിം, ഓക്കെ, ഏത് സിമ്പിളാണോ ആ സിമ്പിളിന് നെയിം ചെയ്യണം. നെയിം നമ്മൾ എൻ്റർ ചെയ്യണം.
ഏതെങ്കിലും എക്സ്പ്രഷൻ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ എക്സ്പ്രഷനെ നമ്മൾ എൻ്റർ ചെയ്യണം. എത്ര നമ്പർ ഓഫ് അൺഡിഫൈൻഡ് സിമ്പിൾസ് ഒരു എക്സ്പ്രഷൻ്റെ അകത്ത്, എക്സ്പ്രഷനെ നമ്മൾ എൻ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് എത്ര അൺഡിഫൈൻഡ് സിമ്പിൾസ് ഉണ്ടോ ആ അൺഡിഫൈൻഡ് സിമ്പിൾസിനെയും നമ്മൾ എൻ്റർ ചെയ്യണം. ഇപ്പം അൺഡിഫൈൻഡ് സിമ്പിൾസ് അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റാർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇപ്പം ഒരു ഇക്വേഷൻസ് ഒന്നും ഇല്ല, അത് അൺഡിഫൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റാർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഈ സിമ്പിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് റിക്കേഴ്സീവ്ലി, അതായത് നമ്മൾ റിക്കേഴ്സീവായിട്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ, ഒരു ന്യൂലി ഡിഫൈൻഡ് സിമ്പിൾ ഉണ്ടെങ്കിൽ ആ ഡിഫൈൻഡ് സിമ്പിളിനെ നമ്മൾ ഈ തരത്തിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ നമുക്കതിൻ്റെ വാല്യൂ കിട്ടുന്നത്, ആ വാല്യൂ കിട്ടിക്കഴിയുമ്പം ആ അൺഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിളിൻ്റെ വാല്യൂ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലോജിക്ക്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം എന്താണ് വെച്ചാൽ, ഒരു അൺഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിൾ ഉണ്ടെങ്കിൽ ആ സിമ്പിളിൻ്റെ നെയിം, ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷന്, അൺഡിഫൈൻഡ് ആയിട്ട് സിമ്പിൾസ് എത്ര എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അൺഡിഫൈൻഡ് സിമ്പിൾസ് ഇപ്പം അവിടെ അറിയില്ല, ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാർ മാർക്ക് ചെയ്യും. അതൊരു ഫ്ലാഗ് ആണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അൺഡിഫൈൻഡ് സിമ്പിൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത സിമ്പിളിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇങ്ങനെ റിക്കേഴ്സീവ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ ആ കിട്ടിയ പ്ലേസിലെല്ലാം, അൺഡിഫൈൻഡ് പ്ലേസിലെല്ലാം എന്ത് ചെയ്യും, വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ വാല്യൂസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ് ആ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇത് ഒരു മൾട്ടിപ്പിൾ പാസിന് എക്സാമ്പിൾ ആണ്. അതിൻ്റെ അകത്തൊരു ഫോർവേഡ് റെഫറൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ ഇവിടെ ഹാഫ് സൈസ് എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. നോക്കിക്കേ, ഫസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഹാഫ് സൈസ് EQU മാക്സ് ലെങ്ത് ഡിവൈഡഡ് ബൈ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സ് ലെങ്തിന്റെ വാല്യൂ നമുക്ക് ഇവിടെ അറിയാമോ? അറിയില്ല. ഓക്കെ, അപ്പൊ ഹാഫ് ലെങ്ത് എന്ന് പറയുന്നത്, ഹാഫ് സൈസ് എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആണ്? മാക്സ് ലെങ്ത് ഡിവൈഡഡ് ബൈ 2 ഈക്വലന്റ് ആണ്. അപ്പം മാക്സ് ലെങ്ത് നമുക്ക് അറിയുകയില്ല. അത് ഫോർവേഡ് റെഫറൻസ് ആണ്, അത് പിന്നീടാണ് അത് പറഞ്ഞിരിക്കുക, ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനാണെങ്കിൽ എങ്ങനെയാണ് സിമ്പിൾ ടേബിൾ ഇവിടെ കണ്ടോ, ഹാഫ് സൈസ് EQU മാക്സ് ലെങ്ത് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിമ്പിളിനെ നമ്മൾ സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവെക്കും. ആ സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് ഹാഫ് സൈസ് എന്നുള്ള ആ ഇക്വേഷനകത്ത് ഹാഫ് സൈസിനെ കൊണ്ടുവച്ചു. പിന്നെ എക്സ്പ്രഷൻ ആണ് EQU മാക്സ് ലെങ്ത് ബൈ 2 എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പൊ അതുകൊണ്ട് ആ മാക്സ് ലെങ്ത് ബൈ 2 എന്ന് പറയുന്നതാണ് എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷനെ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ട് ഈ സിമ്പിൾ ടേബിളിൽ എഴുതി. ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് എത്ര അൺഡിഫൈൻഡ് സിമ്പിൾ ഉണ്ട് എന്ന് നോക്കും. ഇവിടെ അൺഡിഫൈൻഡ് സിമ്പിൾ ഒരെണ്ണമാണുള്ളത്. മാക്സ് ലെങ്ത് ആണ് നമുക്ക് ഈ ഇക്വേഷനകത്ത് അറിയത്തില്ലാത്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആംപ്രസെന്റ് 1 എന്ന് കൊടുത്തു. ആംപ്രസെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? അൺഡിഫൈൻഡ് നമ്പർ ഓഫ് അൺഡിഫൈൻഡ് സിമ്പിൾസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷനിലെ അൺഡിഫൈൻഡ് സിമ്പിൾ ആണ് ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് അടുത്ത സിമ്പിൾ എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് അടുത്ത സിമ്പിൾ മാക്സ് ലെങ്ത് ഉണ്ട്. അപ്പം മാക്സ് ലെങ്ത് നമ്മൾ എഴുതി, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. ഇത് മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ്, അതുകൊണ്ട് നമ്മൾ എഴുതി. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ലാത്തത് കൊണ്ട്, അൺഡിഫൈൻഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റാർ എന്ന് കൊടുത്തു. ഓക്കെ, അൺഡിഫൈൻഡ് എന്ന് പറയുന്നത് എന്താണ് അറിയില്ല, നമുക്കത് അറിയില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ ഒരു ഇക്വേഷൻ എടുക്കുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യണം. അതൊരു ഫ്ലാഗ് ആണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അൺഡിഫൈൻഡ് സിമ്പിൾ എന്നാണ്. പിന്നെ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ലിങ്ക് ലിസ്റ്റ് ആണ്. ആ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ മാക്സ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയാണ്.
അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുമ്പം ഈ ഒരു ഒറ്റ ഒരു ഇക്വേഷൻ എടുക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്തിനോട് ഡിപ്പെൻഡൻ്റാ? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏതിനാ? ഈ ഹാഫ് സൈസ് എന്ന് പറയുന്നത് എന്തിനോട് ഡിപ്പെൻഡൻ്റാ? മാക്സ് ലെങ്തിനോട് ഡിപ്പെൻഡൻ്റാ. ഹാഫ് സൈസ് എന്ന് പറയുന്നത് മാക്സ് ലെങ്തിനോട് ഡിപ്പെൻഡൻ്റാ. അപ്പം മാക്സ് ലെങ്തിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഉണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ അത് ഏതെങ്കിലും സിമ്പിൾ ഉണ്ടെങ്കിൽ അതിനെ വേണം ലിങ്ക് ലിസ്റ്റിനകത്ത് ഇവിടെ എഴുതാൻ. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഹാഫ് സൈസ്? ഇവിടെ ഒന്നും നള്ളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഹാഫ് സൈസ് നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോൾ ഹാഫ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നുമില്ല. ഇവിടെ മാക്സ് ലെങ്ത് ഈ ഇക്വേഷൻ എടുക്കുമ്പം മാക്സ് ലെങ്തിന്റെ എന്താണോ വാല്യൂ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹാഫ് സൈസ്. അപ്പം മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന മാക്സ് ലെങ്തിനെ ഏതിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഹാഫ് സൈസ്. ഹാഫ് സൈസിന്റെ വാല്യൂ മാക്സ് ലെങ്തിന്റെ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ആരോ ഇട്ടിട്ട് നമ്മൾ ഹാഫ് സൈസ് കൊടുക്കുക. ഇപ്പം ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേനും ഇവിടെ സംഭവിക്കുന്നത്. അപ്പം എന്തൊക്കെ ചെയ്തു? ഹാഫ് സൈസിനെ നമ്മൾ കൊണ്ടുവച്ചു, സിമ്പിളിനെ എക്സ്പ്രഷൻ കൊണ്ടുവച്ചു. ആ എക്സ്പ്രഷൻ്റെ അകത്ത് എത്ര അൺഡിഫൈൻഡ് സിമ്പിൾ ഉണ്ടോ അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനിയും ഹാഫ് സൈസുമായിട്ട് എന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ഉണ്ടോ നോക്കുക. ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നള്ള് കൊടുത്തു. ഇനി മാക്സ് ലെങ്ത്, ഇതിൻ്റെ അകത്ത് ഒരു സിമ്പിൾ കൂടെ ഉണ്ട് മാക്സ് ലെങ്ത്. ആ മാക്സ് ലെങ്ത് കൊടുത്തു. മാക്സ് ലെങ്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് അൺഡിഫൈൻഡ് ഇവിടെ സ്റ്റാർ കൊടുത്തു. മാക്സ് ലെങ്ത് എന്തിനോട്? മാക്സ് ലെങ്തിൻ്റെ വാല്യൂ ഹാഫ് സൈസിൻ്റെ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ആരോ ഇട്ടിട്ട് ഹാഫ് സൈസ് കൊടുത്തു. ഇതിൻ്റെ നള്ള് കാണിക്കുക, ഇത് എൻ്റെ ആണെന്ന് കാണിക്കാനാണ് നള്ള് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുക്കുക. മാക്സ് ലെങ്ത് EQ ബഫൻഡ് മൈനസ് ബഫർ. ഇതാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ. മാക്സ് ലെങ്ത് EQ ബഫൻഡ് മൈനസ് ബഫർ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കൊണ്ടുപോയി ഹാഫ് സൈസും മാക്സ് ലെങ്തും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഹാഫ് സൈസും മാക്സ് ലെങ്തും കൊണ്ട് വെച്ചു. നമുക്ക് ഈ മാക്സ് ലെങ്ത് എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർ ആയിരുന്നു പ്രീവിയസ് പിക്ചറിൻ്റെ അകത്ത് കാണിച്ചത്. ഇവിടെ നമുക്ക് മാക്സ് ലെങ്തിന്റെ വാല്യൂ കിട്ടി. എന്താണ്? മാക്സ് ലെങ്ത് EQ ബഫൻഡ് മൈനസ് ബഫർ. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ എഴുതുക? ബഫൻഡ് മൈനസ് ബഫർ എന്ന് കൊടുക്കുക. ഇവിടെ രണ്ട് അൺഡിഫൈൻഡ് സിമ്പിൾസ് ഉണ്ട്. രണ്ട് അൺഡിഫൈൻഡ് സിമ്പിൾസ് ഉള്ളത് കൊണ്ട് ഇവിടെ എന്ത് കൊടുക്കുക? ആംപർസൻഡ് 2. ഇവിടെ പറയുന്നത് എന്താ? നമ്പർ ഓഫ് അൺഡിഫൈൻഡ് സിമ്പിൾ ആണ്. കൂടാതെ നമ്മൾ ബഫൻഡും സ്റ്റോർ ചെയ്യണം, ബഫറും നമ്മൾക്ക് സ്റ്റോർ ചെയ്യണം. രണ്ട് സിമ്പിൾ എക്സ്ട്രാ ആണ് വരിക. ഇവിടെ ബഫൻഡ് ഇവിടെ കൊടുത്തേക്കുന്നു, ബഫർ ഇവിടെ കൊടുത്തേക്കുന്നു. ഇതിനകത്ത് ഓർഡർ ഒന്നും മസ്റ്റ് അല്ല. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണോ ആ സിമ്പിൾസ് ഈ സിമ്പിൾ ടേബിൾ എൻ്റർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം അത് ഇവിടെ ആദ്യം ഒരെണ്ണം കിടക്കുന്നു, രണ്ടാമത് കിടക്കുന്നു എന്നുള്ളതൊന്നും മസ്റ്റ് അല്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബഫൻഡ് എടുത്തു. ബഫൻഡിനെ നമ്മൾ സ്റ്റോർ ചെയ്തു. ബഫൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഇത് അൺഡിഫൈൻഡ് സിമ്പിൾ ആണ്, അതുകൊണ്ട് ഇവിടെ സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ബഫൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാക്സ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ബഫൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ മാക്സ് ലെങ്ത് ഡിപ്പെൻഡ് ഓൺ ബഫർ. മാക്സ് ലെങ്ത് എന്തിനോട് ഡിപ്പെൻഡൻ്റാ? ബഫൻഡിനോട് ഡിപ്പെൻഡൻ്റാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാക്സ് ലെങ്ത് എന്ന് കൊടുത്തു. ഇനി അടുത്ത് ബഫർ സ്റ്റോർ ചെയ്യുമ്പോൾ ബഫർ നമ്മൾ എഴുതി, ബഫർ എന്നുള്ള സിമ്പിൾ എൻ്റർ ചെയ്തു. നമുക്ക് ബഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല, അതുകൊണ്ട് സ്റ്റാർ എന്ന് കൊടുത്തു. ഇറ്റ് ഇസ് അൺഡിഫൈൻഡ് സിമ്പിൾ ആണ്, അത് നമ്മൾ കൊടുത്തു. ഇനി മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്തിനോട് ഡിപ്പെൻഡൻ്റാ? ബഫറിനോട് ഡിപ്പെൻഡൻ്റാ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ആരോ ഇട്ടിട്ട് ഒരു ലിങ്ക് ലിസ്റ്റിലായിട്ട് എന്ത് കൊടുത്തു? മാക്സ് ലെങ്ത് എന്ന് കൊടുത്തു. ഇവിടെ എന്നിട്ട് ഹാഷ് എന്ന് കൊടുത്തു. ഓക്കെ, ഹാഷ് നമ്മൾ കൊടുക്കാൻ കാരണം ഇത് എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നള്ള്. അതിനു വേണ്ടിയാണ് ഇവിടെ എല്ലാം ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ രണ്ട് ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനിയും ഇത് രണ്ടും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആണ് PRVBT EQU ബഫർ -1. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഓൾറെഡി ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. PRVBT നമ്മൾ സിമ്പിൾ ടേബിൾ എൻ്റർ ചെയ്തു. ബഫർ -1 എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ആ എക്സ്പ്രഷൻ നമ്മൾ എഴുതി.
അതിൻ്റെ അകത്ത് ഈ ബഫറാണ് ഒരു അൺഡിഫൈൻഡ് സിമ്പിൾ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ആംപർസെന്റ് 1 എന്ന് കൊടുത്തു. അപ്പൊ ഈ PREVBT എന്ന് പറയുന്നത് ബഫറിനോട് ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ബഫറിന്റെ അവിടെ എന്ത് കൊടുക്കുക, PRVBT എന്ന് കൊടുക്കുക. അത് ഇതിന്റെ എൻഡിലോട്ട് കൊടുക്കണം. ഓക്കെ, മാക്സ് ലെന്ത് കഴിഞ്ഞിട്ട് PRVBT എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നള്ള് സെറ്റ് ചെയ്യാം. അപ്പൊ ബഫർ എന്തിനോടൊക്കെ, ബഫർ മാക്സ് ലെന്തും PRVBTയും ബഫറിനോട് ഡിപ്പെൻഡന്റ് ആണ് എന്നാണ് ഇതിനകത്തെ മീനിങ്. അപ്പം എന്തൊക്കെ ചെയ്തു, PRVBT വരുമ്പോൾ അത് എൻ്റർ ചെയ്തു, ആ PRVBT എൻ്റർ ചെയ്തു, ഇവിടുത്തെ എക്സ്പ്രഷൻ എഴുതി ബഫർ -1. ഇവിടെ ബഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺഡിഫൈൻഡ് സിമ്പിൾ ആണ് യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ആംപർസെന്റ് 1 എന്ന് കൊടുത്തു. ഈ ബഫർ ഡിപ്പെൻഡ് എന്തിനോടായിരിക്കും, PRVBT എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ബഫറിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ബഫറിന്റെ അവസാനം എന്ത് കൊടുക്കുക, PRVBT എന്ത് മാക്സ് ലെന്ത് ഉണ്ട്, ആ ലിസ്റ്റിന്റെ എൻഡിലോട്ട് അപ്പൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഈ 2 എണ്ണം ചെയ്തു കഴിഞ്ഞു. ഈ 3 എക്സ്പ്രഷൻ, 3 എക്സ്പ്രഷൻ ഇവിടെ ചെയ്തു കഴിഞ്ഞു. 3 എണ്ണം കഴിയുമ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്, അടുത്ത എക്സ്പ്രഷൻ ഇതാ കൊടുത്തിരിക്കുന്നത്, ബഫർ റിസർവ് ബൈറ്റ് 4096 എന്നാ പറഞ്ഞിരിക്കുന്നത്. 4096 എന്ന് പറയുന്ന നമ്പറിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതെല്ലാം 0 കിട്ടും. ഇതിപ്പം 0 into 16 raised to 0, 0 into 16 raised to 1, 0 into 16 raised to 2, 1 into 16 raised to 3, 1 into 16 raised to 3 എന്ന് പറയുന്നത് 4096 ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് 4096ന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ആണ് 1000 എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഈ ബഫർ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1034 ആണെന്ന് അസ്യൂം ചെയ്യാം, ഇതിന്റെ അഡ്രസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ഈ ഒരു ഇൻസ്ട്രക്ഷൻ കിടക്കുന്ന 1034 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണെങ്കിൽ, ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ബഫർ റിസർവ് ബൈറ്റ് 4096 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബഫർ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ ആണ്, അതിന്റെ അഡ്രസ് എന്ത് കിട്ടും, 4096. ഈ ഒരു ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ബഫറിന്റെ അഡ്രസ്. ഓക്കെ, അപ്പൊ അത് കിട്ടും. ഈ ഒരു ബഫർ എന്ന് പറഞ്ഞതിന്റെ അഡ്രസ് അപ്പൊ നമുക്ക് എന്ത് കിട്ടിയായിരുന്നു, 1034 എന്ന് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പൊ ആ ബഫറിന്റെ വാല്യൂ ഇവിടെ കിട്ടിക്കഴിയുമ്പം എന്ത് ചെയ്തു, ആ പർട്ടിക്കുലർ ബഫറിന്റെ ഇപ്പൊ സ്റ്റാർ ആയിരുന്നു ഇവിടെ കിടന്നിരുന്നത്, അപ്പൊ ബഫറിന്റെ അവിടെ എന്ത് കൊണ്ട് വെച്ചു, 1034 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ് കൊണ്ട് വെച്ചു. ഓക്കെ, ബഫറിന്റെ വാല്യൂ ആണ് 1034. ഇവിടെ നമുക്കുണ്ടായിരുന്നത് PRVBT അവിടെ ഉണ്ടായിരുന്നത് ബഫർ -1 എന്നാണ്. ബഫറിന്റെ വാല്യൂ എന്തായിരുന്നു, 1034 ആണെങ്കിൽ ബഫർ -1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 1033. ഓൾറെഡി അവിടെ ആംപർസെന്റ് 1 ഉണ്ടായിരുന്നു. ആ ആംപർസെന്റ് 1 എങ്ങനെ പോകും, ബഫറിന്റെ വാല്യൂ അൺഡിഫൈൻഡിന്റെ ആണ് നമ്പറാണ് പറയേണ്ടത്, പക്ഷേ ബഫറിന്റെ വാല്യൂ ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, അത് 1 അങ്ങ് പോകും. അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ ഇവിടെ ഉണ്ടായിരുന്നത് ബഫർ -1 എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ബഫർ -1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 1033 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടി. ഇവിടെ ഓൾറെഡി ബഫന്റ് മൈനസ് ബഫറാണ്. ഓക്കെ, ബഫറിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്, ബഫറിന്റെ വാല്യൂ 1034 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനകത്ത് ഇനി ഏതേ ഉള്ളൂ, അൺഡിഫൈൻഡ് ബഫന്റെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആംപർസെന്റ് 1 എന്നുള്ളത് മാറി എന്താകും, 2 എന്നുള്ളത് മാറി ആംപർസെന്റ് 1 ആവും. അപ്പൊ ഇവിടെ നമ്മള് ഇവിടെ 1034 കൊടുത്തപ്പോ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് മാക്സ് ലെങ്ത് ഉണ്ടായിരുന്നു, PRVBT ഉണ്ടായിരുന്നു. ആ PRVBTയുടെ അവിടെയും മാക്സ് ലെങ്തിന്റെ അവിടെയുമാണ് ഇപ്പൊ നമ്മൾ പോയി ചേഞ്ച് ചെയ്തത്. അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എന്ത് പറ്റും, ഇവിടുന്ന് ഈ ആരോ എടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആരോനെ എടുത്ത് റിമൂവ് ചെയ്തു. നമുക്കറിയാം, ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആ വാല്യൂ. ഓക്കെ, അപ്പൊ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമുക്ക് കിട്ടി, ബഫർ എന്ന് പറഞ്ഞതിന്റെ വാല്യൂ കിട്ടി. അതുകൊണ്ട് ഇവിടെ ഒരു അൺഡിഫൈൻഡ് സിമ്പിളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ആംപർസെന്റ് 1 വന്നത്. ഓക്കെ,
ഇത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്, അതായത് ബഫർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. ആ 2 ഇടത്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ 4th ഇക്വേഷൻ്റെ അവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, 4th ഇൻസ്ട്രക്ഷൻ അവിടെ വന്നപ്പോൾ ബഫർ റിസർവ് ബൈറ്റ് 4096 ആണ് പറഞ്ഞത്. 4096ന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു 1000 ആണ് 4096ന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ബഫർ സ്റ്റോർ ചെയ്യുന്നത് 1034 അഡ്രസ്സിലാണ് ഈ ബഫർ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം ഈ ബഫറിന് വേണ്ടി എത്ര മെമ്മറി വേണം? 1000 മെമ്മറി വേണം. അങ്ങനെ ആണെങ്കിൽ ആ 1000 കഴിഞ്ഞിട്ടാണ് ബഫറിൻ്റെ കിടക്കേണ്ടത്. അപ്പം ഇതിൻ്റെ അഡ്രസ്സ് എന്ത് കിട്ടും? 1034 പ്ലസ് 1000 എന്ന് പറയുമ്പം 2034. ഓക്കെ, ബഫർ റിസർവ് ചെയ്യുന്നത്, റിസർവ് വേർഡ് 4096 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4096ന്റെ എക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ 1000. ഓക്കെ, അപ്പൊ ബഫർ കഴിഞ്ഞിട്ട് 1000 സ്പേസ് കഴിഞ്ഞിട്ടാണ് ബഫറിന്റെ വരേണ്ടത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ അഡ്രസ്സ് പറയുന്നത് എത്ര കിട്ടും? 4034 മൈനസ് അല്ല പ്ലസ് 1000 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 2034. ഈ ഒരു ഇതിനകത്ത് ബഫറിന്റെ EQU സ്റ്റാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈ ഒരു ഓക്കെ ലൊക്കേഷൻ കൗണ്ടറിന്റെ അഡ്രസ്സാണ്. കറണ്ട് വാല്യൂ ഏതാണോ അതായിരിക്കും വരിക. അപ്പൊ ഇവിടെ ബഫറിന്റെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ബഫറിന്റെ കിടക്കുന്നത് 2034 അപ്പൊ ബഫറിന്റെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ബഫറിന്റെ ഇവിടെ ഉണ്ടായിരുന്ന ബഫറിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? മാക്സ് ലെന്തിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാക്സ് ലെന്തിന്റെ അവിടെ കൊണ്ടുപോവാ. മാക്സ് ലെന്തിന്റെ അവിടെ കൊണ്ടുപോയി കഴിയുമ്പം അവിടെ ബഫറിന്റെ 2034 ആണ്. ബഫർ എത്ര? 1034. ഓക്കെ, അപ്പൊ 2034 മൈനസ് 1034 ഇറ്റ് ഈസ് ഈക്വൽ ടു 1000 എന്ന് കിട്ടും. മാക്സ് ലെന്തിന്റെ വാല്യൂ എന്ത് കിട്ടും? 1000 എന്ന് കിട്ടും. ഹാഫ് സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് സൈസ് ഈസ് ഈക്വൽ ടു മാക്സ് ലെങ്ത് ബൈ 2 ആണ്. അത് ഹെക്സാഡെസിമലിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് സൈസ് എത്ര കിട്ടും? 800 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക? സിമ്പിൾ ടേബിൾ യൂസ് ചെയ്യുക. സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് ഫോർവേഡ് റെഫറൻസ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ സിമ്പിളിനെ സ്റ്റോർ ചെയ്യുക. കൂടാതെ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യുക. ആ എക്സ്പ്രഷൻ്റെ അകത്ത് എത്ര അൺഡിഫൈൻഡ് സിമ്പിൾ ഉണ്ടോ അത് പറയണം. കൂടാതെ നമുക്ക് എന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. സ്റ്റാർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന അൺഡിഫൈൻഡ് സിമ്പിൾ ആണ്. നമുക്ക് ഓരോ വാല്യൂസ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് അസംബ്ലർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. Thank you for watching this video. Thank you very much.